ക്രിമിനൽ പ്രൊസീജിയർ കോഡ് എന്നുള്ള വീഡിയോ സീരീസിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് സമൺസ് എന്നുള്ള ടോപ്പിക്കിനെ പറ്റിയിട്ടാണ്. അപ്പൊ ഈ സമൺസ് എന്നുള്ളത് എല്ലാവരും കേട്ടിട്ടുള്ള ഒരു വാക്ക് തന്നെയാണ് അല്ലെ. സമൺസ് കേസുകൾ, വാറണ്ട് കേസുകൾ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവും. സമൺസ് ഇഷ്യൂ ചെയ്യുക അങ്ങനെയും കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോണത് സമൺസ് എന്താണ്, ഏത് സാഹചര്യത്തിലാണ് സമൺസ് ഇഷ്യൂ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് CRPC ക്രിമിനൽ പ്രൊസീജിയർ കോഡ് പ്രകാരം രണ്ട് തരത്തിലുള്ള കേസുകളുണ്ട്. സമൺസ് കേസസ് പിന്നെ വാറണ്ട് കേസസ്. ഇപ്പോൾ ആദ്യം ഞാൻ വാറണ്ട് കേസ് എന്താണെന്ന് പറയാം. ഒരു കേസ് വാറണ്ട് കേസാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ കേസ് ഒന്നുകിൽ ഡെത്ത് പെനാൽറ്റിയോ അല്ലെങ്കിൽ ലൈഫ് ഇംപ്രിസൺമെന്റോ അതല്ലെങ്കിൽ 2 വർഷത്തിൽ കൂടുതൽ അളവ് 2 വർഷത്തിൽ കൂടുതൽ കാലയളവ് ലൈഫ് ഇംപ്രിസൺമെന്റോ കിട്ടാവുന്ന ഒരു കുറ്റം ആണ് എന്നാണ്. അതായത് വാറണ്ട് കേസുകൾ ഏതെങ്കിലും ഒരു കുറ്റത്തിനെ സംബന്ധിച്ചുള്ളതായിരിക്കും. ആ കുറ്റം മിനിമം 2 വർഷമെങ്കിലും തടവ് ശിക്ഷ ലഭിക്കാവുന്ന തരത്തിലുള്ള ഒരു കുറ്റമായിരിക്കും. ഓക്കെ, അത്തരത്തിലുള്ള കേസുകളെയാണ് വാറണ്ട് കേസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാറണ്ട് കേസസ് അല്ലാത്ത എല്ലാ കേസുകളും സമൺസ് കേസ് ആണ് എന്ന് പറയുകയാണ് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ എളുപ്പം. ഓക്കെ, സമൺസ് കേസ് എന്താണെന്ന് CRPC പറയുന്നില്ല. CRPC പറയുന്നത് സമൺസ് കേസ് എന്ന് പറഞ്ഞാൽ വാറണ്ട് കേസ് അല്ലാത്ത കേസ് എന്നാണ്. ഓക്കെ, ഇതിൽ നിന്നും നമുക്ക് ഊഹിക്കാം, അതായത് സമൺസ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സീരിയസ് അല്ലാത്ത ഒഫൻസസ് ആയിരിക്കും. അതായത് 2 വർഷത്തിൽ കുറഞ്ഞ തടവ് ശിക്ഷ ലഭിക്കുന്ന തരത്തിലുള്ള കുറ്റങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളായിരിക്കും. ഓക്കെ, ഇനി ഇപ്പൊ പേര് സമൺസ് കേസാണ്, വാറണ്ട് കേസാണ് എന്നതിലപ്പുറത്ത് ഇത്തരം കേസുകളിൽ സമൺസ് മാത്രമേ ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ എന്നോ വാറണ്ട് മാത്രമേ ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ എന്നോ ഉള്ള നിർബന്ധം CRPC വെക്കുന്നില്ല. അതായത് ഒരു വാറണ്ട് കേസിൽ ആദ്യം സമൺസ് ഇഷ്യൂ ചെയ്യാം, അല്ലെങ്കിൽ ഒരു സമൺസ് കേസിൽ സമൺസ് അയച്ചിട്ടും അക്യൂസ്ഡ് ഹാജരാവണില്ലെങ്കിൽ വാറണ്ട് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരവും മജിസ്ട്രേറ്റിനുണ്ട്. ഓക്കെ, അപ്പോൾ പേര് സമൺസ് ആണ് വാറണ്ട് ആണ് എന്ന് വിചാരിച്ചിട്ട് വേറെ വ്യത്യാസമൊന്നും ഇല്ല. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എന്താണ് സമൺസ്. ഓക്കെ, അപ്പോൾ സെക്ഷൻ 61 CRPCയിലെ 61ാമത്തെ സെക്ഷനാണ് സമൺസ് എന്താണെന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇറ്റ്സ് എ കോൾ ടു അപ്പിയർ. എവിടെ അപ്പിയർ ചെയ്യണം? ബിഫോർ ദ കോർട്ട് ടു ആൻസർ എ ചാർജ് ഓഫ് ആൻ ഒഫൻസ്. അതായത് ഒരാൾക്കെതിരെ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്, അയാൾ കുറ്റം ചെയ്തു, കുറ്റാരോപിതനാണ്. അപ്പോൾ ആർക്കെതിരെയാണോ ആ കംപ്ലൈന്റ് ലഭിച്ചിട്ടുള്ളത് അയാൾക്ക് നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഒരു ലെറ്റർ ആണ്. വെറും ലെറ്റർ അല്ല, അത് ഒരു അതോറിറ്റി ഇഷ്യൂ ചെയ്യുന്ന ഒരു ലെറ്റർ ആണ്. ആ ലെറ്റർ വഴി അയാളോട് കോടതിയിൽ മുമ്പിൽ വരാനും ഇയാൾക്കെതിരെയുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയാനും കോടതി ആവശ്യപ്പെടുകയാണ്. ഇതാണ് സമൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് കോടതി ഇയാളോട് പറയാണ്, നിങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട്, നിങ്ങൾ കോടതിയുടെ മുമ്പിൽ വന്ന് നിങ്ങൾക്ക് പറയാനുള്ളത് ബോധിപ്പിക്കണം. ഓക്കെ, കാരണം CRPCയുടെ ബേസിക് പ്രിൻസിപ്പിൾ തന്നെ ട്രയൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ സമയത്തും അക്യൂസ്ഡ് ആയിട്ടുള്ള ആള് പ്രസന്റ് ആയിരിക്കണം. ആർക്കെതിരെയാണോ കംപ്ലൈന്റ് ഉള്ളത്, ആരെയാണോ നമ്മൾ കുറ്റാരോപിതൻ എന്ന് വിളിക്കുന്നത്, അയാളുടെ പ്രസൻസിലായിരിക്കണം ട്രയൽ നടക്കുന്നത്. അപ്പോൾ വിചാരണ നടക്കുന്ന സമയത്ത് പ്രതി ഹാജരുണ്ട് എന്ന് ഉറപ്പിക്കാനുള്ള ഒരു മെത്തേഡ് കൂടിയാണ് ഈ സമൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ CRPC പ്രകാരം ഒരു സമൺസ് എപ്പോഴും എഴുതിയതായിരിക്കണം. ഇറ്റ് ഷുഡ് ബി ഇൻ റൈറ്റിംഗ്. ഓക്കെ, എഴുതിയത് എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്തതുമാവാം. മാത്രമല്ല അത് കോടതിയിലെ പ്രിസൈഡിംഗ് ഓഫീസർ ആയിട്ടുള്ള ജഡ്ജ് സൈൻ ചെയ്തതും ആയിരിക്കണം. അല്ലാണ്ട് ഓറൽ ആയിട്ടുള്ള സമൺസ് വാലിഡ് അല്ല. ഇനി സമൺസ് ഇൻ ജനറൽ പേഴ്സണലി സെർവ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതായത് ആർക്കാണോ സമൺസ് കൊടുക്കേണ്ടത് അയാളുടെ അടുത്ത് നേരിട്ട് കൊണ്ടുപോയി കൊടുക്കണം എന്നാണ് ജനറൽ പ്രൊവിഷൻസ് പ്രകാരം CRPC പറയുന്നത്. ഇനിയോ സ്പെഷ്യൽ സർക്കംസ്റ്റാൻസസ് ഉണ്ട്. ഒരാൾക്ക് നേരിട്ട് ഇത് കൊടുക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും എന്നാണ് നോക്കേണ്ടത്. ആദ്യത്തെ കേസ്
അതായത് ഇതിപ്പോ ഒരു വ്യക്തിക്ക് കൊടുക്കുകയാണെങ്കിൽ അല്ലേ നേരിട്ട് കയ്യിൽ കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുള്ളൂ. വ്യക്തിക്കല്ല, ഒരു കോർപ്പറേഷനാണ് കൊടുക്കുന്നത്, ഒരു കമ്പനിക്കാണ് കൊടുക്കുന്നത്, ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് കൊടുക്കണതെങ്കിലോ അവർക്ക് കൈയും കാലും ഒന്നുമില്ലല്ലോ. അപ്പൊ നമ്മൾ ആർക്കാ കൊടുക്കുക? യെസ്. അപ്പൊ CRPC പറയുന്നത് ഒരു കമ്പനിക്കോ കോർപ്പറേറ്റ് ബോഡിക്കോ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കോ കൊടുക്കുകയാണെങ്കിൽ ആരാണോ അവരുടെ ഇൻചാർജ് ആയിട്ടുള്ളത്, ഇപ്പൊ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലാണെങ്കിൽ സെക്രട്ടറി, കമ്പനിയിലാണെങ്കിൽ ആരാണോ ഇൻചാർജ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥൻ അയാൾക്ക് കൊടുത്താൽ അത് പേഴ്സണലി സെർവ് ചെയ്തു എന്ന് കണക്കാക്കും എന്നാണ്. ഇനി ചില സമയത്ത് നമ്മൾ ഈ കോടതിയിൽ നിന്ന് ഒരാൾ പോയി സമൻസ് കൊടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ ആളെ കാണാനില്ല, അങ്ങനെ ഉണ്ടാവുമല്ലോ, മുങ്ങി നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും സമൻസ് വരുന്നുണ്ടെന്ന് കേട്ടിട്ടേ. അപ്പൊ അങ്ങനെയുള്ള കേസിൽ എന്ത് ചെയ്യും? കോടതി പറയുന്നത് അയാളെ കാണാനേ പറ്റിയില്ല എന്ന് വിചാരിക്കുക, കുറെ അന്വേഷിച്ചു കണ്ടു കിട്ടിയില്ലെങ്കിൽ അയാൾ സാധാരണ എവിടെയാണോ താമസിക്കുന്നത് ആ താമസ സ്ഥലത്ത് കാണാവുന്ന രീതിയിൽ ഈ സമൻസ് ഒട്ടിച്ചു വെച്ചാൽ മതി എന്നാണ്. പക്ഷെ ഇവിടെ CRPC വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത് അയാൾ ഒരിക്കൽ താമസിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു വീട്ടിൽ കൊണ്ടുപോയിട്ട് ഒട്ടിച്ചുകൊണ്ട് കാര്യമില്ല, സാധാരണയായി അയാൾ താമസിക്കുന്നതായിരിക്കണം. അപ്പൊ അയാൾ ഗൾഫിലുള്ള ആളാണ്, അയാൾ വീട്ടിലേ വരാറില്ലെങ്കിൽ അയാൾ പണ്ട് താമസിച്ച വീട്ടിൽ ഒട്ടിച്ചിട്ടൊന്നും കാര്യമില്ല. സാധാരണയായി അയാൾ താമസിക്കുന്ന അയാളെ കാണാറുള്ള വീട്ടിൽ പുറത്തു നിന്ന് നോക്കിയാൽ തന്നെ എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ, അല്ലാണ്ട് ഏതെങ്കിലും ഒരു മൂലയിൽ കൊണ്ടുപോയി ഒട്ടിച്ചാൽ പറ്റില്ല, വന്നാൽ അയാൾക്ക് കാണാവുന്ന രീതിയിൽ കോൺസ്പിക്വസ് എന്നാണ് CRPC ഉപയോഗിക്കുന്ന വാക്ക്. അങ്ങനെ അത് ഒട്ടിച്ചു വെച്ചാൽ പേഴ്സണലി സെർവ് ചെയ്തതായിട്ട് കണക്കാക്കും. ഓക്കെ. പിന്നെ ഇനി ഗവൺമെന്റ് സർവന്റ് ആണെങ്കിലോ, ഗവൺമെന്റ് സർവന്റിനാണ് നമുക്ക് സമൻസ് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അയാളുടെ സുപ്പീരിയർ ഓഫീസർക്ക് കൊടുത്ത് അത് സമൻസിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റിന്റെ പുറത്ത് സൈൻ ചെയ്ത് വാങ്ങിച്ചാൽ പേഴ്സണലി സെർവ് ചെയ്തതായിട്ട് കണക്കാക്കും. ഇനി ചിലപ്പോ ഒരു കോടതിയുടെ പുറത്തുള്ള, അതായത് കോടതിയുടെ ജൂറിസ്ഡിക്ഷന് പുറത്തുള്ള ഒരാൾക്കാണ് സമൻസ് കൊടുക്കേണ്ടത് എങ്കിൽ സാധാരണയായി കോടതികളിൽ ആ ഏരിയയിലുള്ള മാജിസ്ട്രേറ്റിനാണ് ഡയറക്ട്ലി സമൻസ് അയച്ചു കൊടുക്കുക. അപ്പോൾ ഇതേ പ്രൊസീജിയർ ഫോളോ ചെയ്തുകൊണ്ട് ആ മാജിസ്ട്രേറ്റ് ഈ സമൻസ് സെർവ് ചെയ്യും. അങ്ങനെയാണ്. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് സമൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം എന്താ വെച്ചാൽ കോടതി പ്രതിയായിട്ടുള്ള ആളോട് വളരെ മര്യാദയ്ക്ക് പറയാണ്, നിങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട്, നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു പോയിക്കോളൂ. ഇത്രയേ ഉള്ളൂ സമൻസ് ആവുമ്പോൾ. അല്ലാണ്ട് അത് അയാളെ ഭീഷണിപ്പെടുത്തിയോ ഫോഴ്സ് ഉപയോഗിച്ചോ ഒന്നും കോടതിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം സമൻസിന്റെ സ്റ്റേജിൽ ഇല്ല. അതായത് മര്യാദക്കാരാണെങ്കിൽ മര്യാദയ്ക്ക് വന്ന കാര്യം പറഞ്ഞിട്ട് പൊക്കോളൂ എന്ന വളരെ ഡീസന്റ് ആയിട്ടുള്ള ഒരു ലെറ്റർ ആണ് സമൻസ് എന്ന് പറയുന്നത്. പ്രശ്നം സീരിയസ് ആവുന്നത് സമൻസ് കിട്ടാതിരിക്കാൻ വേണ്ടി ഒരാൾ അബ്സ്കോണ്ട് ചെയ്തു പോവുകയോ അല്ലെങ്കിൽ സമൻസ് കിട്ടിയിട്ടും അയാൾ കോടതിയിൽ ഹാജരാവാതെ വരികയോ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ കോടതികൾ വാറണ്ട് ഇഷ്യൂ ചെയ്യുകയും അയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ കൊണ്ടുവരാൻ അധികാരപ്പെടുത്തുകയും ഒക്കെ ചെയ്യും. അപ്പോഴാണ് പ്രശ്നം കുറച്ചുകൂടി സീരിയസ് ആവുന്നത്. അപ്പോൾ സമൻസിന്റെ സ്റ്റേജിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു കോൾ ടു കം ആൻഡ് പ്രസന്റ് യുവർ കേസ്, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ സമൻസ് കേസുകൾ പൊതുവെ ലെസ് സീരിയസ് ആയിട്ടുള്ള ഒഫൻസസ് ആണ്. സമൻസ് എന്ന് പറഞ്ഞാൽ ഒരു ക്രിമിനൽ ട്രയലിന്റെ ഫസ്റ്റ് സ്റ്റേജിൽ പ്രതിയെ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി കോടതി എടുക്കുന്ന ആദ്യത്തെ സ്റ്റെപ്പാണ് എന്ന് പറയാം. ഓക്കെ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് സമൻസ് എന്ന്. ഇനി ഇതേപോലെ തന്നെയാണ് വാറണ്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണം, വാറണ്ട് കേസുകൾ എന്താണെന്ന് മനസ്സിലാക്കണം. അത് അടുത്ത വീഡിയോയിൽ. ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് മേക്ക് യൂസ് ഓഫ് മൈ കമന്റ് ബോക്സ്. ഐ വിൽ ബി വെരി ഹാപ്പി ടു ഹെൽപ്പ്.